Hello my dear friends, a warm welcome back. Yes, we are associating with a target online app meant for NEET exam, right? Today we will be having 3 chapters from US Plus 2 syllabi. They are strategies for the enhancement in food production as the first chapter, biotechnology principles and processes as the second chapter, biotechnology and its applications as the third chapter. Okay, let us move on. Yes, listen to the very first question. The contribution of agriculture in Indian GDP is approximately, options are here, 62%, 90%, 33% and 5%. Strategies chapter green revolution, Harida Viplavam, alle? അതുമായി കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. NCERT സെൻറ്റൻസിൽ സ്റ്റേറ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻസിനെ ഒന്ന് അനലൈസ് ചെയ്യൂ, നിങ്ങൾക്ക് റൈറ്റ് ആൻസറിനെ മനസ്സിൽ ലോക്ക് ചെയ്യൂ, എന്നിട്ട് എക്സ്പ്ലനേഷനിലേക്ക് ശ്രദ്ധിക്കൂ. ഓക്കെ, ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം, അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള അഗ്രികൾച്ചറൽ രാജ്യങ്ങളിൽ നിന്ന് ക്രോപ്പ് പ്ലാന്റ് പ്രൊഡക്ഷൻ സെവറൽ ടൈംസ് ഇൻക്രീസ് ചെയ്തതിൻ്റെ പേരാണ്. ലോകമാകെ അതിനെ ഗൈഡ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് നോർമൻ ഇ ബർലോഗ് എന്നാണ്. നോർമൻ ഇ ബർലോഗ്. വേൾഡ് വൈഡായി അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടാറ്. ഇന്ത്യയിൽ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോഴാണ് MS സ്വാമിനാഥനെ ഓർമ്മ വരേണ്ടത്. ആ ഗ്രീൻ റെവല്യൂഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ്റെ ഫുഡ് റിക്വയർമെൻറ്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്തതും കൂടാതെ ഇന്ത്യ ഒരു അഗ്രികൾച്ചറിൻ്റെ എക്സ്പോർട്ടിംഗ് ലെവലിലേക്ക് ഉയർന്നതും ഗ്രീൻ റെവല്യൂഷൻ എന്ന ഒന്ന് കൊണ്ട് മാത്രമാണ്. ദാറ്റ് ഗ്രീൻ റെവല്യൂഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ഇൻ ഇന്ത്യ ബിക്കോസ് ഇന്ത്യയിൽ 33% GDPയും 62% എംപ്ലോയ്മെൻറ്റും അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നാണ് അല്ലേ? അപ്പം നമ്മളോട് ചോദിച്ചത് GDPനെ കുറിച്ചാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ടിവിറ്റി ആയ GDPനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ, അല്ലാതെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചല്ല. അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന 62%ലേക്ക് പോകണ്ട. നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ GDP, അഗ്രികൾച്ചർ കൊണ്ട് ഇന്ത്യൻ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ്. അത് 33% ആണ്. ദിസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. Is it okay? Fine. Let us move on to the second question. Please listen the question. Parbhani Kranti, which has resistance to yellow mosaic virus, is a variety of yellow mosaic virus, ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് അറിയാം. അപ്പോൾ ആ യെല്ലോ മൊസൈക്ക് വൈറസിനെ റെസിസ്റ്റ് ചെയ്യുന്ന പർഭാനി ക്രാന്തി എന്ന് പറയുന്നത് ഏത് പ്ലാന്റിൻ്റെ, ഏത് ക്രോപ്പ് പ്ലാന്റിൻ്റെ വെറൈറ്റി ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 വീറ്റ്, ഗോതമ്പ്. ഓപ്ഷൻ 2 കൗപ്പി. ഓപ്ഷൻ 3 ബിന്ദി ആൻഡ് ഓപ്ഷൻ 4 ചില്ലി. ഇതിൽ ഏത് ക്രോപ്പ് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് യെല്ലോ മൊസൈക്ക് വൈറസിനെ റെസിസ്റ്റ് ചെയ്യുന്ന പർഭാനി ക്രാന്തി എന്നതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിനെ ലോക്ക് ചെയ്തോളൂ. യെസ്, അത് ആരുടെ വെറൈറ്റിയാണ്? അത് ബിന്ദിൻ്റെ വെറൈറ്റിയാണ്. നമ്മൾ ഒക്ര അല്ലെങ്കിൽ ബിന്ദി അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ, സയൻറ്റിഫിക്കായി അബൽമോസ്കസ് എസ്കുലെൻറ്റസ് എന്ന് വിളിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലേ, വെണ്ടയ്ക്ക. ഇസ് ഇറ്റ്? ഒക്ര, ബിന്ദി, ലേഡീസ് ഫിംഗർ, അബൽമോസ്കസ് എസ്കുലെൻറ്റസ്. ഫാമിലി ഏതാണെന്ന് അറിയാലോ? ഫാമിലി മാൽവേസിയാണ്, ചെമ്പരത്തിൻ്റെ ഫാമിലിയാണ്. പെൻറ്റാമീറസ് ഫ്ലവർ ആണ്. പെൻറ്റാകാർപ്പിലറി സിൻകാർപ്പസ് ഗൈനീഷ്യം ഉണ്ട്. മോണോ അഡൽഫസ് സ്റ്റേമൻസ് ഉണ്ട്. കൊറോളയ്ക്ക് ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള മെമ്പറാണ് മാൽവേസിയിൽ വരുന്ന ഹിബിസ്കസിനോടൊപ്പം നിൽക്കുന്ന നമ്മളുടെ ലൈക്ക് ഒക്ര, ബിന്ദി, ലേഡീസ് ഫിംഗർ. കോട്ടൺ പ്ലാന്റും അവിടെ തന്നെയാണ് വരിക, പരുത്തിച്ചെടികളും. ആ ഒക്ര, ബിന്ദി, ലേഡീസ് ഫിംഗർ, അബൽമോസ്കസ് എസ്കുലെൻറ്റസിൻ്റെ വെറൈറ്റിയാണ് പർഭാനി ക്രാന്തി. കൾട്ടിവേറ്റഡ് ഹൈ ഈൽഡിംഗ് പ്ലാന്റ്സിലേക്ക് ഒരു വൈൽഡ് റിലേറ്റീവിൽ നിന്ന് ഡിസീസ് റെസിസ്റ്റന്റ് ജീനുകളെ ട്രാൻസ്ഫർ ചെയ്ത ഒരു കൺവെൻഷണൽ ബ്രീഡിങ്ങിൻ്റെ എക്സാമ്പിളാണ് പർഭാനി ക്രാന്തി.
resistant to yellow mosaic virus. അതാരുടെ വെറൈറ്റിയാണ്? ബിന്ദി, ഒക്ര, ബിന്ദി, ലേഡീസ് ഫിംഗർ, Ablemoschus, esculentus വെറൈറ്റിയാണ്. ഓക്കെ, കൗപ്പിയിൽ നമ്മൾ പ്യൂസ കോമളിനെയാണ് കേട്ടിട്ടുള്ളത്. ചിലിയിൽ പ്യൂസ സദാബഹർ ആണ് കേട്ടിട്ടുള്ളത്. വീട്ടിൽ ലൈക്ക് ഹിംഗിരിയാണ് നമുക്ക് പരിചയമുള്ളത്. സോ ബിന്ദിയാണ് പർഭാനി ക്രാന്തി. യെസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which chemical is used in somatic hybridization? Options: polyethylene glycol, acridine, HNO2 and ethanol. ഇതിലെ ഏത് കെമിക്കലിനെയാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ യൂസ് ചെയ്യുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ മനസ്സിൽ വെക്കൂ, എന്നിട്ട് എക്സ്പ്ലനേഷനിലേക്ക് ശ്രദ്ധിക്കൂ. ഗമീറ്റുകൾ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ പോസിബിൾ അല്ലാത്ത ചെടികൾ, സ്പെഷ്യലി വേറെ വേറെ സ്പീഷീസ് ഒക്കെ ആണെങ്കിൽ ഗമീറ്റിക് ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആവില്ല. ഗമീറ്റ്സ് കൊണ്ടുള്ള ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആവണമെങ്കിൽ അതൊരേ സ്പീഷീസിലെ വ്യത്യസ്ത വെറൈറ്റികൾ തമ്മിലേ നടക്കുള്ളൂ. വേറെ വേറെ സ്പീഷീസുകൾ തമ്മിൽ കോമ്പിനേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഗമീറ്റ് കൊണ്ടുള്ള ഹൈബ്രിഡൈസേഷൻ പോസിബിൾ അല്ല. അപ്പോഴാണ് നമ്മൾ അവരുടെ ബോഡി സെല്ലുകളായ സൊമാറ്റിക് സെല്ലുകളുടെ ഹൈബ്രിഡൈസേഷൻ നടത്തുക. പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അതിനു വേണ്ടിയാണ് നമ്മൾ അതിന് എക്സാമ്പിളായാണ് നമ്മൾ പൊട്ടേറ്റോ എന്ന പ്ലാന്റിനെ ടൊമാറ്റോ എന്ന പ്ലാന്റുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്തത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴിയാണ്. കാരണം പൊട്ടേറ്റോ എന്നത് സൊലാനം ട്യൂബെറോസമാണ്, റൈറ്റ്. അതേസമയം ടൊമാറ്റോ എന്നത് സൊലാനം ലൈക്കോപേഴ്സിക്കം ആണ്, റൈറ്റ്. അപ്പോൾ വേറെ വേറെ സ്പീഷീസുകളാണ് ലൈക്കോപേഴ്സിക്കം. ഓക്കെ, അപ്പോൾ വേറെ വേറെ സ്പീഷീസുകളാണ്. ജീനസ് രണ്ടിൻ്റെതും ഒന്നാണ്, സൊലാനമാണ്, സൊളനേസി ഫാമിലിയാണ്. പക്ഷെ ഒന്ന് സൊലാനം ട്യൂബെറോസമാണ് പൊട്ടേറ്റോ, മറ്റൊന്ന് സൊലാനം ലൈക്കോപേഴ്സിക്കമാണ് ടൊമാറ്റോ. അവരെ ഹൈബ്രിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെയും സൊമാറ്റിക് സെല്ലുകളെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും സെൽ മെംബ്രെയിനും സെൽ വാളും ഒക്കെയുള്ള രണ്ടാളുടെയും സൊമാറ്റിക് സെല്ലുകളെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും, റൈറ്റ്. ആ ഐസൊലേറ്റ് ചെയ്ത സൊമാറ്റിക് സെല്ലുകളിൽ നിന്ന് സെൽ വാളുകളെ നമ്മൾ റിമൂവ് ചെയ്യും എൻസൈംസിനെ യൂസ് ചെയ്തിട്ട്. സെല്ലുലേസ്, പെക്റ്റിനേസ് എൻസൈംസ് യൂസ് ചെയ്തിട്ട് സെൽ വാളിനെ റിമൂവ് ചെയ്യും. സെൽ വാളിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോട്ടോപ്ലാസ്റ്റുകളെ കിട്ടും. സെൽ വാൾ ഒഴികെയുള്ള ഭാഗം, അതിനെ നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്നാണ് പറയാറ്, അല്ലേ. രണ്ട് സെല്ലുകളുടെയും പ്രോട്ടോപ്ലാസ്റ്റുകളെ കിട്ടും. സെൽ മെംബ്രെയിൻ ഉൾപ്പെടെയുള്ള ഭാഗം, സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസം ന്യൂക്ലിയസുകളും ചേർന്ന ഭാഗം, അവരെ തമ്മിൽ നമുക്ക് ഫ്യൂഷൻ ചെയ്യണം. രണ്ടാളുടെ പ്രോട്ടോപ്ലാസ്റ്റുകളെ തമ്മിൽ നമുക്ക് ഫ്യൂഷൻ ചെയ്തിട്ട് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ഫോം ചെയ്യണം, റൈറ്റ്. രണ്ട് പേരുടെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രോട്ടോപ്ലാസ്റ്റ് അഥവാ ഒരു പ്രോട്ടോപ്ലാസ്റ്റ് ഹൈബ്രിഡിനെ ഫോം ചെയ്യണം, റൈറ്റ്. ആ പ്രോട്ടോപ്ലാസ്റ്റ് ഹൈബ്രിഡിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കെമിക്കൽ യൂസ് ചെയ്യാറുണ്ട്. ആ കെമിക്കലിൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ കെമിക്കലിൻ്റെ പേര് PEG, പെഗ് എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കാറുള്ളതാണ്. അതിൻ്റെ പേര് പോളിഎത്തിലിൻ ഗ്ലൈക്കോൾ എന്നാണ് ഫുൾ ഫോം. പോളിഎത്തിലിൻ ഗ്ലൈക്കോൾ, PEG, പെഗ് എന്നാണ് പറയാം. ഓക്കെ, സോ വിച്ച് കെമിക്കൽ ഈസ് യൂസ്ഡ് ഇൻ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിച്ചാൽ ഉത്തരാര പോളിഎത്തിലിൻ ഗ്ലൈക്കോൾ, PEG, പെഗ് എന്നാണ് പേര്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, shall we move on to the next question? Are you ready? Yes, here comes the next question. Classical plant breeding involves option 1 hybridization of pure lines exclusively, option 2 hybridization of pure lines followed by artificial selection, option 3 artificial selection exclusively, and number 4 mutation breeding. ഇതിലെ ഏത് മെത്തഡോളജിയാണ്, ഏത് പ്രൊസീജിയറാണ് ക്ലാസിക്കൽ പ്ലാന്റ് ബ്രീഡിങ്ങിൽ ഇൻവോൾവ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിനെ അനലൈസ് ചെയ്യൂ, റൈറ്റ് ആൻസർ മനസ്സിൽ ലോക്ക് ചെയ്യൂ. ഓക്കെ, ക്ലാസിക്കൽ പ്ലാന്റ് ബ്രീഡിംഗ് എന്നതിനെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നോ കൺവെൻഷണൽ ബ്രീഡിംഗ് എന്നോ ഒക്കെ വിളിക്കാം.
അതിലപ്പോ ഇതുണ്ട്, ഹൈബ്രിഡൈസേഷൻ ഓഫ് പ്യുവർ ലൈൻസ് ഉണ്ട്, പക്ഷെ എക്സ്ക്ലൂസീവ്ലി അല്ല. അത് മാത്രമല്ല, അതിന്റെ കൂടെ എന്തും വേണം, ആർട്ടിഫിഷ്യൽ സെലക്ഷനും വേണം, രണ്ടും വേണം. രണ്ടും ചേർന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഹൈബ്രിഡൈസേഷൻ ഓഫ് പ്യുവർ ലൈൻസ് ഫോളോഡ് ബൈ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന്. അതുകൊണ്ട് റൈറ്റ് ഓപ്ഷൻ 2 ആണ്. അപ്പൊ അതിനുവേണ്ടി ജേം പ്ലാസം കളക്ഷൻ നമ്മൾ കളക്ട് ചെയ്യും, അതിൽ നിന്ന് സുപ്പീരിയർ പേരൻസിനെ നമ്മൾ സെലക്ട് ചെയ്യും, റിപ്പീറ്റഡ് സെൽഫ് പോളിനേഷൻ നടത്തി പേരൻസിനെ പ്യുവർ ലൈൻസ് ആക്കും, പ്യുവർ ലൈൻസിനെ തമ്മിൽ ക്രോസിംഗ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എമംഗ് സെലക്റ്റഡ് പേരൻസ് നടത്തും. രണ്ട് പേരൻസിനുണ്ടാകുന്ന മക്കളിൽ പലതരം ജനറ്റിക് കോമ്പിനേഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് സുപ്പീരിയർ റീകോമ്പിനൻസിനെ, രണ്ട് പേരൻസിൻ്റെയും സുപ്പീരിയർ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്ത സുപ്പീരിയർ റീകോമ്പിനൻസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അതാണ് ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊമേഴ്ഷ്യലൈസ് ചെയ്യണം. അതാണല്ലോ കൺവെൻഷണൽ ബ്രീഡിങ്ങിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ കൂടി വേണം. എന്തൊക്കെ വേണം അവിടെ? തീർച്ചയായിട്ടും എന്തൊക്കെ വേണം? ഓഫ് കോഴ്സ് ലൈക്ക് അവിടെ യെസ്, where it's gone, let us see. ക്ലാസിക്കൽ പ്ലാന്റ് ബ്രീഡിങ്ങിലപ്പം ഹൈബ്രിഡൈസേഷൻ ഓഫ് പ്യുവർ ലൈൻസും വേണം, പ്യുവർ ലൈൻസ് ഹോമോസൈഗസ് ആയിട്ടുള്ള ആൾക്കാരെ, എന്നിട്ട് അതിൽ നിന്ന് സുപ്പീരിയർ റീകോമ്പിനൻസിന്റെ സെലക്ഷൻ കൂടി വേണം. Thereby option 2 is the right answer. Okay, yes, here comes the next question. Which of the following sugarcane species were crossed to combine desirable qualities of high yield, thick stem, high sugar content and ability to grow in sugarcane area of North India? അങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് NCERT. ഇന്ത്യയിൽ നടത്തിയ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻസിൻ്റെ എക്സാമ്പിളിൻ്റെ കൂട്ടത്തിൽ ഷുഗർ കെയിൻ ബ്രീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹൈ ഈൽഡ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അല്ലേ, ഹൈ ഈൽഡ്, ഒപ്പം ഹൈ ഈൽഡ് മാത്രമല്ല, ഒപ്പം തിക്ക് സ്റ്റെം, ഹൈ ഷുഗർ കണ്ടന്റ്, അത്രയും കാര്യങ്ങൾ ഒരു ഷുഗർ കെയിൻ സ്പീഷീസിൻ്റെതാണ്. അതേസമയം എബിലിറ്റി ടു ഗ്രോ ഇൻ നോർത്ത് ഇന്ത്യ, ഷുഗർ കെയിൻ ഗ്രോയിങ് ഏരിയ ഓഫ് നോർത്ത് ഇന്ത്യ എന്നത് മറ്റൊരു ഷുഗർ കെയിൻ സ്പീഷീസിൻ്റെ ക്വാളിറ്റിയാണ്. രണ്ട് വ്യത്യസ്ത സ്പീഷീസുകൾ തമ്മിലാണ് അവിടെ ക്രോസിങ്. അപ്പോൾ അതൊരു ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഷുഗർ കെയിൻ്റെ ജീനസ് നെയിം സക്കാറം എന്നാണ്, സക്കാറമൈസസ് അല്ല, സക്കാറമൈസസ് ഈസ്റ്റ് ആണ്. ഇത് സക്കാറം എന്നാണ് പേര്. ഏതൊക്കെ ഷുഗർ കെയിനുകളെ ക്രോസ് ചെയ്തു എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 സക്കാരം ഒഫിസിനൈൽ ആൻഡ് സക്കാരം ബാർബറി, 2 സക്കാരം ഒഫിസിനാരം ആൻഡ് സക്കാരം ബാർബറി, 3 സക്കാരം ബാർബറി വേഴ്സസ് സക്കാരം ഇൻഡിക്ക, 4 സക്കാരം ഒഫിസിനാരം ക്രോസ്ഡ് വിത്ത് സക്കാരം ഒഫിസിനൈൽ. ഇതിലേതൊക്കെ ഷുഗർ കെയിൻ സ്പീഷീസുകളെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ വളരാനുള്ള കേപ്പബിലിറ്റിയും ഒപ്പം തിക്ക് സ്റ്റെമും ഹൈ ഷുഗർ കണ്ടന്റും ഹൈ ഈൽഡുമുള്ള പുതിയ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്സിനെ ഫോം ചെയ്തതെന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ NCERT നേരിട്ട് തന്ന സെന്റൻസിലുണ്ട്. അത് സക്കാരം ഒഫിസിനാരം ക്രോസ്ഡ് വിത്ത് സക്കാരം ബാർബറി എന്നതാണ്. അതിൽ സക്കാരം ഒഫിസിനാരമിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഹൈ ഈൽഡും തിക്ക് സ്റ്റെമും ഹൈ ഷുഗർ കണ്ടന്റും. അതൊരു ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ഷുഗർ കെയിൻ ആണ്. അതേസമയം സക്കാരം ബാർബറിന്റെ ക്യാരക്ടറാണ് ദ എബിലിറ്റി ടു ഗ്രോ ഇൻ നോർത്ത് ഇന്ത്യ, the ability to grow in sugarcane growing area of North India എന്നത് ബാർബറി സ്പീഷീസിന്റെ പ്രത്യേകതയാണ്. പക്ഷെ അതിന് തിൻ സ്റ്റെം ആണ്, അതുകൊണ്ട് ഈൽഡ് കുറവാണ്. അപ്പോൾ ഷുഗർ കെയിനിന്റെ ക്രോസിംഗിൽ അതാ ചെയ്തത്. സൗത്ത് ഇന്ത്യൻ ഷുഗർ കെയിനായ ഹൈ ഈൽഡ് ഉള്ള തിക്ക് സ്റ്റെം ഉള്ള ആ ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള സൗത്ത് ഇന്ത്യയിൽ വളരുന്ന സക്കാരം ഒഫിസിനാറമിനെ നോർത്ത് ഇന്ത്യയിൽ വളരുന്ന തിൻ സ്റ്റെം ഉള്ള സക്കാരം ബാർബറിയുമായി ക്രോസ് ചെയ്തിട്ട് ഒരു പുതിയ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡായ ഷുഗർ കെയിനെ പ്രൊഡ്യൂസ് ചെയ്തു. അതിന് സൗത്ത് ഇന്ത്യൻ ഷുഗർ കെയിനായ ഒഫിസിനാരത്തിന്റെ ക്വാളിറ്റീസ് ആയ ഹൈ ഈൽഡും ഹൈ ഷുഗർ കണ്ടന്റും തിക്ക് സ്റ്റെമ്മും ഉണ്ട്.
ആ ഹൈബ്രിഡിന് നോർത്ത് ഇന്ത്യൻ ഷുഗർ കെയിനിൻ്റെ എബിലിറ്റി ടു ഗ്രോ ഇൻ നോർത്ത് ഇന്ത്യയുമുണ്ട്. അപ്പം അതാണ് റൈറ്റ് ആൻസർ. സക്കാറം ഒഫിസനാരം വാസ് ക്രോസ്ഡ് വിത്ത് സക്കാറം ബാർബറി. യെസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The entire collection of plants or seeds having all the diverse alleles for all genes in a given crop is known as. ഇതിനൊരു സിംഗിൾ ടേം ഉണ്ടല്ലോ, ആ സ്ട്രാറ്റജീസ് ചാപ്റ്ററിൽ പറഞ്ഞത് എന്താണ്? ജനറ്റിക് ഇറോഷൻ, ജെം പ്ലാസം കളക്ഷൻ, ജീൻ പൂൾ ആൻഡ് ജനറ്റിക് ഡ്രിഫ്റ്റ്. 4 ഓപ്ഷൻസ് കൂടെയുണ്ട്. ഇതിൽ ഒരു സ്പീഷീസിൻ്റെ മാക്സിമം പോസിബിൾ അലീൽ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനെ വിളിക്കുന്ന പേര് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ അസസ് ചെയ്തിട്ടുണ്ടല്ലോ, മനസ്സിൽ ലോക്ക് ചെയ്തല്ലോ. അതിൻ്റെ പേര് ജെം പ്ലാസം കളക്ഷൻ എന്നാണ്. ജെം പ്ലാസം കളക്ഷൻ. നമ്മൾ ഏത് പ്ലാന്റിൻ്റെതാണോ ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പെർട്ടിക്കുലർ സ്പീഷീസിൻ്റെ മാക്സിമം വെറൈറ്റികളെ പ്ലാന്റുകളായോ സീഡുകളായോ സയൻറ്റിഫിക്കായി കളക്ട് ചെയ്യുക. ആ കളക്ഷൻ്റെ പേരാണ് ജെം പ്ലാസം കളക്ഷൻ. ആ കളക്ഷനിൽ എന്ത് വേണം? ആ പെർട്ടിക്കുലർ സ്പീഷീസിൻ്റെ എല്ലാ ക്യാരക്ടർ ജീനുകളുടെയും മാക്സിമം പോസിബിൾ ജനറ്റിക് കോമ്പിനേഷനുകൾ എല്ലാം വേണം. അതിൻ്റെ പേരാണ് ജെം പ്ലാസം കളക്ഷൻ. Right answer is option 2. Yes. The next question. Parbhani Kranti, നമ്മൾ മുമ്പ് കണ്ടതാണ്. Variety of Ablemoschus esculentus, വെണ്ടയ്ക്കൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. Okra, bindi, lady's finger എൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. Was created for resistance against which of the following disease? ആ ക്വസ്റ്റ്യനിൽ അതുണ്ടായിരുന്നു അല്ലേ? Yellow mosaic virus, curl black rod, വൈറ്റ് റസ്റ്റ് ആൻഡ് പൗഡറി മിൽഡ്യൂ. പൗഡറി മിൽഡ്യൂ ആൽബുഗോ കോസ് ചെയ്യുന്ന രോഗമാണ്. ആൽബുഗോ ഒരു പാരസൈറ്റിക് ഫൈക്കോമൈസിഡ് ഫംഗസ് ആണ്. യൂഷ്വലി ഇത് മസ്റ്റാർഡ് ലീവ്സിനെയാണ് ബാധിക്കാറ്. ഓക്കെ, അപ്പം ഇതിലേത് രോഗത്തിനോട് റെസിസ്റ്റൻ്റ് ആയ ആളാണ് അബൽമോസ്കസ് എസ്കുലൻറ്റസ് വെറൈറ്റി ആയ പർഭാനി ക്രാന്തി എന്നതാണ് ക്വസ്റ്റ്യൻ. യെസ്. അനലൈസ് ഓപ്ഷൻസ്. ആ ക്വസ്റ്റ്യൻ മുമ്പ് നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോഴും അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അത് യെല്ലോ മൊസൈക്ക് വൈറസിനെ റെസിസ്റ്റ് ചെയ്യും. ഒക്ര, ബിന്ദി, ലേഡീസ് ഫിംഗർ, അബൽമോസ്കസ് എസ്കുലൻറ്റസ് വെറൈറ്റി പർഭാനി ക്രാന്തിയിലേക്ക്, നാട്ടിൽ വളർത്തുന്ന ഹൈ ഈൽഡിംഗ് പ്ലാന്റ്സിലേക്ക് അതിൻ്റെ വൈൽഡ് റിലേറ്റീവിൽ നിന്ന് ഡിസീസ് റെസിസ്റ്റന്റ് ജീനുകളെ ട്രാൻസ്ഫർ ചെയ്ത് കൺവെൻഷണൽ ബ്രീഡിംഗ് നടത്തിയത് യെല്ലോ മൊസൈക്ക് വൈറസിനെതിരെ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ പൗഡറി മിൽഡ്യൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് ആൽബുഗോ എന്ന പേരുള്ള പാരസൈറ്റായ ഫൈക്കോമൈസീറ്റായ ഫംഗസ് കോസ് ചെയ്യുന്നതാണ്. അത് മസ്റ്റാർഡിലും പീയിലും ഒക്കെയാണ് കാണാറ്. മസ്റ്റാർഡിലും പീയിലും ഒക്കെ കാണും. പൗഡറി മിൽഡ്യൂവിന് റെസിസ്റ്റൻ്റ് ആയ മുങ് ബീൻസിനെ ഡെവലപ്പ് ചെയ്തത് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സെവറൽ വെറൈറ്റീസ് ഓഫ് മുങ് ബീൻസ് വർ ഡെവലപ്ഡ് ബൈ മ്യൂട്ടേഷൻ ബ്രീഡിംഗ് റെസിസ്റ്റൻറ്റ് ടു യെല്ലോ മൊസൈക്ക് വൈറസ് ആൻഡ് പൗഡറി മിൽഡ്യൂ എന്ന് കേട്ടിട്ടുണ്ട്. അത് മുങ് ബീൻ്റെ കാര്യമാണ്. പർഭാനി ക്രാന്തി ആരെ റെസിസ്റ്റ് ചെയ്യുമെന്നതാണ് നമ്മുടെ പ്രസന്റ് ക്വസ്റ്റ്യൻ. അത് യെല്ലോ മൊസൈക്ക് വൈറസിനെയാണ് റെസിസ്റ്റ് ചെയ്യുക. യെസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Biofortified rice are enriched in which of the following nutrient? Biofortified rice എന്താ ബയോഫോർട്ടിഫിക്കേഷൻ പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. അതിൻ്റെ പേരാണ് ബയോഫോർട്ടിഫിക്കേഷൻ. അതിൽ ഇത് ഈ പറയുന്ന എന്ത് കാര്യമാണ് എൻറിച്ച് ചെയ്തിട്ടുള്ളത്? അയൺ ആണോ, അമൈനോ ആസിഡ്സ് ആണോ, ഫാറ്റി ആസിഡ്സ് ആണോ, എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് ആണോ? ഇതിൽ ഏത് ന്യൂട്രിയൻ കണ്ടന്റിനെ എൻറിച്ച് ചെയ്ത റൈസ് വെറൈറ്റികളെയാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്? ബയോഫോർട്ടിഫിക്കേഷൻ്റെ സ്ഥലത്ത് NCERT കുറേ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട് അല്ലേ? ഗോൾഡൻ റൈസ് വിത്ത് വൈറ്റമിൻ എനെ ഓർമ്മ വരുന്നുണ്ടാവും. അത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇറാഡിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. അറ്റ്ലസ് 66 എന്ന വീറ്റിനെ കേട്ടിട്ടുണ്ടാവും. അത് പ്രോട്ടീൻ റിച്ച് ആയ വെയിറ്റ് ആണ്. അവിടെ റൈസിനെ പറ്റി പറയുന്നുണ്ട്. റൈസിൽ എന്താണ് എൻറിച്ച് ചെയ്തത്? 5 times അറ്റ് പ്രസന്റ് ഉള്ളതിനേക്കാൾ എന്തിനെ എൻറിച്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 2000 ഒരു മെയ്സിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡബിൾഡ് എമൗണ്ട് ഓഫ് അമൈനോ ആസിഡ്സ് ഉണ്ട്.
അല്ലേ? കൂടാതെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിലെ മാൽന്യൂട്രീഷൻ പോഷകാഹാരക്കുറവിനെ പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന IARI ന്യൂഡൽഹി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബയോഫോർട്ടിഫൈഡ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. Like vitamin A enriched carrot, spinach and pumpkin, vitamin C enriched bitter gourd, badwa, mustard and tomato, iron and calcium enriched spinach and badwa, protein enriched beans like broad, lab, French and garden peas. എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ at present ഉള്ളതിനേക്കാൾ 5 times improve ചെയ്ത ഏത് മിനറലിനെ ഇംപ്രൂവ് ചെയ്ത റൈസുകളെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയതെന്ന് പറയുന്നുണ്ട്. അത് അയൺ ആണ്. നിലവിലുള്ളതിനേക്കാൾ 5 times അയൺ ഫോർട്ടിഫൈഡ് ആയ റൈസ് പ്ലാന്റ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന്. സോ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. സിംഗിൾ സെൽ പ്രോട്ടീൻസിന്റെ ടോപ്പിക്കിൽ നിന്നാണ് 250 gram Methylophilus methylotrophus can produce how much amount of proteins in a day എന്നതാണ് ക്വസ്റ്റ്യൻ. Again straight question ആണ്. 2.5 tons, 25 tons, 250 tons and 25 kilogram എന്നീ ഓപ്ഷൻസും ഉണ്ട്. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ അസസ് ചെയ്ത് റൈറ്റ് ആൻസറിനെ ലോക്ക് ചെയ്തോ മക്കളെ. അത് 25 tons ഓഫ് പ്രോട്ടീൻ ഇൻ എ ഡേ ആണ് അല്ലേ? NCERT അങ്ങനെ പറഞ്ഞത്. മെഥൈലോഫിലസ് മെഥൈലോട്രോഫസ് എന്നത് ഒരു സിംഗിൾ സെൽ പ്രോട്ടീനായ ബാക്ടീരിയമാണ്. ഒരു 250 gram ബാക്ടീരിയമിന് മെഥൈലോഫിലസിന് പെർ ഡേ 25 tons പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, യെസ്. ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ SCP എന്ന് കേൾക്കുമ്പോൾ അതിലുള്ളവരെല്ലാം യൂണിസെല്ലുലാർ മാത്രമാണെന്ന് വിചാരിക്കരുത്. അതിൽ യൂണിസെല്ലുലാർ ആയവർ മാത്രമല്ല, അതിൽ മൾട്ടി സെല്ലുലാറും ഉണ്ട്. ഓക്കെ, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ മൈക്രോബ്സ് അതിലുണ്ട്. എല്ലാവരും മൈക്രോബ്സ് ആണെന്ന് മാത്രം, എല്ലാവരും സൂക്ഷ്മ ജീവികളാണെന്ന് മാത്രം. അതിൽ മൾട്ടി സെല്ലുലാർ ആയ മഷ്റൂംസ്, കൂണുകളെ പോലത്തെ മൈസീലിയം ഉള്ളവരും ഉണ്ട്. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്യൂഷൻ ബിറ്റ്വീൻ two naked protoplasts is known as, നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് PEG പറഞ്ഞ സമയത്ത്. പോളിഎത്തിലിൻ ഗ്ലൈക്കോൾ PEG ആണ് ഈ പരിപാടി ചെയ്യുക. സെൽ വാൾ റിമൂവ് ചെയ്ത 2 നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റുകളെ തമ്മിൽ ഫ്യൂഷൻ ചെയ്യാൻ സഹായിക്കുന്നത് PEG ആണ്. ആ പ്രോസസ്സ് എന്തിലാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻസ്: സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, ജെർമിനൽ ഹൈബ്രിഡൈസേഷൻ, പാരാസെക്ഷൽ ഹൈബ്രിഡൈസേഷൻ, ബോത്ത് 1 and 3 എന്നീ ഓപ്ഷൻസ് ആണുള്ളത്. മക്കളെ, ജെർമിനൽ ഹൈബ്രിഡൈസേഷൻ ഗെമീറ്റിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഗെമീറ്റുകൾ തമ്മിലുള്ളതാണ്. അത് നോർമൽ സിംഗമി പോലെ നടക്കുന്നതാണ്. അവിടെ PEG ഒന്നും വേണ്ട. അപ്പോൾ ഫ്യൂഷൻ ബിറ്റ്വീൻ 2 നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഈസ് നോൺ ആസ് എന്നതിനെ ഒന്നുകിൽ നമുക്ക് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാരാസെക്ഷൽ ഹൈബ്രിഡൈസേഷൻ എന്നും വിളിക്കാം. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്, ബോത്ത് 1 and 3 എന്നതാണ്. ഇറ്റ്സ് കോൾഡ് എയ്തർ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഓർ പാരാസെക്ഷൽ ഹൈബ്രിഡൈസേഷൻ. ദാറ്റ്സ് ഇറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസ്ട്രിക്ഷൻ endonucleases, അപ്പോൾ ബയോടെക്നോളജിയിലെത്തിയേ, which always cut DNA molecule at a particular point by recognizing a specific sequence of 6 base pairs is. നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയാണ് പഠിച്ചിട്ടുള്ളത്. 6 ബേസ് പെയേഴ്സ് ഉള്ളവരെ റെക്കഗ്നൈസ് ചെയ്ത് കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകളെ കുറിച്ച്. ഓപ്ഷനിൽ ഹൈൻഡ് 2 ഉണ്ട്, PSU1 ഉണ്ട്, HE3 ഉണ്ട്, HAE3, ഓൾ ഓഫ് ദീസ് എന്നുമുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് GTC, GAC എന്നീ 6 ന്യൂക്ലിയോടൈഡുകളെയാണ്. പിന്നെ കോംപ്ലിമെന്ററി സ്ട്രാൻഡിനെ പറഞ്ഞാൽ CAG, CTG എന്നുണ്ടാവും. അപ്പോൾ അവർ പാലിൻഡ്രോംസ് ആണല്ലേ. ഗ്വാനിൻ സൈറ്റോസിൻ ട്രിപ്പിൾ ബോണ്ടുകളാണ് ഉണ്ടാവുക, അഡിനിൻ തൈമിൻ ഡബിൾ ബോണ്ടുകളാണ് ഉണ്ടാവുക. ഓക്കെ, പാലിൻഡ്രോം ആണ് GTC, GAC. തിരിച്ചു വായിച്ചാൽ GTC, GAC.
അപ്പോൾ ഈ 6 ന്യൂക്ലിയോടൈഡ് ബേസ് പെയർസിനെ റെക്കഗ്നൈസ് ചെയ്ത് ബൈൻഡ് ചെയ്ത് കട്ട് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിന്റെ പേരെന്ത്? അത് ഹൈൻഡ് 2 ആണ്. ഹൈൻഡ് 2. The first known REN, the first identified REN hind 2 ആണ് ആൻസർ. അതിന്റെ റെക്കഗ്നീഷനിൽ 6 ന്യൂക്ലിയോടൈഡ്സ് ഉള്ള ബേസ് പെയർസ് ആണുള്ളത്. GTC GAC ആണത്. 5 പ്രൈം GTC GAC 3 പ്രൈം എന്നതാണുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്, ഹൈൻഡ് 2 എന്നതാണ്. The next question. Small chemically synthesized oligonucleotides that are complementary to the regions of the DNA at 3 prime end used in PCR are. PCR-ൽ ഡീനാച്ചുറേഷൻ ചെയ്ത് കിട്ടുന്ന ടെംപ്ലേറ്റ് ആയ ഒരാൾ ഉണ്ടാവും അല്ലേ? ഒരറ്റം 5 പ്രൈം ആണെങ്കിൽ ഓപ്പോസിറ്റ് അറ്റം 3 പ്രൈം ഉള്ള ഒരു സ്ട്രാൻഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 3 പ്രൈം അറ്റത്ത് വന്ന് ബൈൻഡ് ചെയ്യുന്ന 3 പ്രൈമിനോട് കോംപ്ലിമെൻ്ററി ആയ ഇനീസിയേഷൻ ഓഫ് റെപ്ലിക്കേഷൻ നടത്താൻ സഹായിക്കുന്ന ആ ഒലിഗോന്യൂക്ലിയോടൈഡ്സിന്റെ പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ പ്രൈമേഴ്സ്, ഡൈമേഴ്സ്, സ്മോൾ സ്ട്രാൻഡ്സ്, ലാർജ് ഫ്രാഗ്മെന്റ്സ് എന്നീ ഓപ്ഷൻസ് ആണുള്ളത്. DNA റെപ്ലിക്കേഷനിലും അതെ, ടെംപ്ലേറ്റുകളായ സ്ട്രാൻഡിന്റെ 3 പ്രൈം അറ്റത്ത് പോയി അറ്റാച്ച് ചെയ്യുന്ന ഇനീസിയേഷൻ ഓഫ് റെപ്ലിക്കേഷന് തുടക്കമിടുന്ന ആൾക്കാർ ഇവരാണ്. ഒലിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് RNA-കളാണ് അവർ. ഓക്കെ, ഒലിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസുകളുള്ള സിംഗിൾ സ്ട്രാൻഡഡ് RNA-കളാണ് അവർ. They will be complementary to the 3 prime end of the templates. അതിന്റെ ആൻസർ ആണ് പ്രൈമേഴ്സ്. അവരാണ് പ്രൈമറുകൾ. അവരാണ് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുക. നാച്ചുറൽ എസ് ഫേസിലെ റെപ്ലിക്കേഷൻ ആയാലും ശരി, PCR-ലെ ആംപ്ലിഫിക്കേഷൻ ആയാലും ശരി, റെപ്ലിക്കേഷനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ടെംപ്ലേറ്റുകളുടെ 3 പ്രൈം എൻഡിൽ പോയി ബൈൻഡ് ചെയ്യുന്ന ഒലിഗോന്യൂക്ലിയോടൈഡ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA ഫോർ ദ ഇനീസിയേഷൻ ഓഫ് റെപ്ലിക്കേഷൻ പേരാണ് പ്രൈമേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Most common matrix is agarose, a natural polymer used in gel electrophoresis. Gel electrophoresis use in the matrix gel agarose gel ആണ്. Is extracted from, അത് ആരിൽ നിന്നാണ് കിട്ടുക? agarose gel. An animal, a fungus, seaweeds, none of these. NCERT കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ള ഇലക്ട്രോഫോറസിന്റെ പേര് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ്. ഏജ് എന്നാണ് ചുരുക്കി പറയാറ്. ഏജ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതിലെ ഈ അഗാരോസ് എന്നതൊരു നാച്ചുറൽ പോളിമറാണ്, ഒരു നാച്ചുറൽ ജെല്ലാണ്. ഡിറൈവ്ഡ് ഫ്രം ആരിൽ നിന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. അനിമൽ ആണോ, ഫംഗസ് ആണോ, സീവീഡ്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? അത് സീവീഡ്സ് ആണ്. കടലിലെ ചില പുല്ലുകളിൽ നിന്ന്, ആ സീവീഡ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ജെല്ലാണ്, ഒരു പോളിമറാണ്, നാച്ചുറൽ പോളിമറാണ് അഗാരോസ്. യൂസ്ഡ് ആസ് എ മാട്രിക്സ് ഇൻ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസർഷണൽ ഇനാക്ടിവേഷൻ അറിയാലോ, സെലക്ഷൻ പ്രിൻസിപ്പിൾ ആണ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. ഒരു എക്സ്ട്രാ ജീൻ ആഡഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള സെലക്ഷൻ പ്രിൻസിപ്പിൾ ആണ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. ഇൻസർഷണൽ ഇനാക്ടിവേഷൻ റിസൾട്ട്സ് ഇൻ ടു ഇനാക്ടിവേഷൻ ഓഫ് വിച്ച് എൻസൈം? ഏത് എൻസൈമിൻ്റെ ഇനാക്ടിവേഷൻ ആണ് അയാൾ ചെയ്യാറ്? സെലക്ടബിൾ മാർക്കറിൻ്റെതാണ്. അപ്പോൾ ഓപ്ഷനിൽ എവിടെയെങ്കിലും സെലക്ടബിൾ മാർക്കർ ഉണ്ടോ നോക്കിയാൽ മതി. Trans-acetylase, permease, Taq polymerase, beta-galactosidase. Taq polymerase PCR-ലാണ് നമുക്ക് ഫെമിലിയർ ആയത്. അതൊരു തെർമോസ്റ്റേബിൾ പോളിമറൈസ് ആണ്. പെർമിയേസിനെയും ട്രാൻസ്-അസറ്റൈലേസിനെയും ഒക്കെ സുവോളജി ചാപ്റ്റേഴ്സിൻ്റെ ഒപ്പം കേട്ട് പരിചയപ്പെട്ടതാണ്. ബീറ്റ-ഗാലക്ടോസിഡേസ് ഒരു ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ്, ഒരു ബ്ലൂ കളറേഷൻ തരുന്ന ജീനാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ക്രോമോജനിക് സബ്സ്റ്റൻസ്. അതൊരു സെലക്ടബിൾ മാർക്കറാണ്. അതിനിടയിലേക്ക് എക്സ്ട്രാ ജീൻ ആഡ് ചെയ്താൽ
ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ ഇനാക്ടിവേറ്റ് ആയാൽ, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ആയാൽ മോഡിഫൈഡ് ആയ ബാക്ടീരിയകൾക്ക് ഇനി കളർ ഉണ്ടാവില്ല, വൈറ്റ് ആയിരിക്കും. അതേസമയം ആ ജീൻ സ്റ്റിൽ ആക്റ്റീവ് ആണെങ്കിൽ, എക്സ്ട്രാ ജീൻ ആഡഡ് ആയിട്ടില്ലെങ്കിൽ അപ്പോഴാണ് ബ്ലൂ കളേർഡ് കോളനികൾ ഉണ്ടാക്കുക. റൈറ്റ് ആൻസർ ബീറ്റ ഗാലക്ടോസിഡേസ് ജീനാണ്. ബയോടെക്നോളജിയിൽ സെലക്ടബിൾ മാർക്കേഴ്സായി നമ്മൾ സെലക്ഷന് വേണ്ടി സെലക്ടബിൾ മാർക്കർ ജീനുകളായിട്ട് 2 കാറ്റഗറികളെയാണ് യൂസ് ചെയ്യാറ്. ഒന്നുകിൽ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളാവാം, അല്ലേ? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളെ നമ്മൾ എന്താ യൂസ് ചെയ്യാറുണ്ട്? സെലക്ടബിൾ മാർക്കറായി യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ, ആംപിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ എന്നൊക്കെയാണ് പേര്. രണ്ടാമത്തെ കാറ്റഗറി അത് കളർ പ്രൊഡ്യൂസിങ്, കളർ ജനറേറ്റിംഗ് ജീനുകളാണ്. ആ കളർ ജനറേറ്റിംഗ് ജീനുകൾക്ക് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ പ്രൊഡ്യൂസിങ് ബ്ലൂ കളേർഡ് കോളനീസ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്രോമോജനിക് സബ്സ്റ്റൻസ്. അപ്പോൾ ആ ജീനിനകത്തേക്ക് ഡിസൈർഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ചെന്ന് ജോയിൻ ചെയ്താൽ മോഡിഫൈഡ് ആയ ആൾക്കാരാകും. അവർക്ക് ഇനി കളർ പ്രൊഡക്ഷൻ കപ്പാബിലിറ്റി ഉണ്ടാവില്ല, കാരണം അവർക്ക് ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ ഇൻസേർഷണലി ഇനാക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ആൻസർ. The next one. EcoR1 recognizes palindromic sequence. ഏത് പാലിൻഡ്രോമിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക? മക്കളെ, പാലിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ലിറ്ററേച്ചറിൽ പറയുമ്പോൾ ഒരു വാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേപോലെ സ്പെല്ലിംഗ് കിട്ടുക എന്നുള്ളത് അർത്ഥം, അല്ലേ? മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ അത് പാലിൻഡ്രോം ആണ്. മലയാളത്തിൽ സമൂസ എന്നോ കത്രിക എന്നോ എഴുതിയാൽ അതൊക്കെ എന്താണ്? പാലിൻഡ്രോംസ് ആണ്. ഡബിൾ സ്ട്രാൻഡഡ് ആയ DNA-കളുടെ കേസിൽ പാലിൻഡ്രോം എന്ന് പറയുന്നത് ഒരു സ്ട്രാൻഡിനെ അങ്ങോട്ട് വായിക്കുമ്പോൾ ഓപ്പോസിറ്റ് സ്ട്രാൻഡിനെ തിരിച്ച് വായിക്കുന്ന നൈട്രജൻ ബേസുകളെ കിട്ടണം. 2 സ്ട്രാൻഡുകൾ ആന്റി പാരലൽ ആയതുകൊണ്ട് ഒരേ പൊളാരിറ്റിയിൽ വായിക്കണം എന്നർത്ഥം. 5' to 3', 2 സ്ട്രാൻഡുകളെയും വായിക്കുമ്പോൾ ഒരേ സ്പെല്ലിംഗ് കിട്ടിയാലാണ് നമ്മൾ പാലിൻഡ്രോം എന്ന് വിളിക്കാൻ പറ്റുക. ഓക്കെ, യെസ്, അപ്പോൾ അത് പാലിൻഡ്രോം ആവുള്ളൂ കേട്ടോ. അപ്പം ഇതിൽ തന്നതിൽ പാലിൻഡ്രോം നോക്കി, ഇത് പാലിൻഡ്രോം ആണ്. GGGCCC, തിരിച്ച് GGGCCC പാലിൻഡ്രോം ആണ്. AAGCTT, AAGCTT ഇതും പാലിൻഡ്രോം ആണ്. ഓക്കെ, GAATTC, GAATTC. അപ്പോൾ 3 ഓപ്ഷൻസും പാലിൻഡ്രോം ആണ്. നമ്മളോട് വെറുതെ മിയർലി പാലിൻഡ്രോം കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്, EcoR1ന്റെ റെക്കഗ്നീഷൻ സീക്വൻസ് ആയ പാലിൻഡ്രോമിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് NCERT-ൽ സ്പെസിഫൈഡ് ആണ്. അത് 5' GAATTC 3' എന്ന 6 നൈട്രജൻ ബേസസ് ഉള്ള 6 ബേസ് പെയർസ് ഉള്ള പാലിൻഡ്രോം ആണ്. ഓപ്ഷൻ 2 is the right answer. Okay, yes. The next question. The first recombinant DNA was made by Stanley Cohen and Herbert Boyer in the year. ഏത് വർഷത്തിലാണ് ആദ്യത്തെ RDNA ഉണ്ടാക്കിയതെന്നാണ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി സാൽമണല്ല ടൈഫിമ്യൂരിയം എന്ന ബാക്ടീരിയമിൻ്റെ നേറ്റീവ് പ്ലാസ്മിഡിനെ ഐസൊലേറ്റ് ചെയ്തിരുന്നു. അതിലേക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളെ ആഡ് ചെയ്തിരുന്നു. എന്നിട്ട് അതിനെ ഈക്കോളൈകളിലേക്കാണ് റീഇൻസേർട്ട് ചെയ്തതെന്നൊക്കെ വായിച്ചിട്ടുണ്ടാവും. അത് ചെയ്തത് 1972-ലാണ് എന്ന് NCERT സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഇയറിനെ. അപ്പോൾ ഇയറിനെ പറ്റി വേറൊന്നും പറയാലല്ലോ, അത് ആസച്ച് പഠിച്ച് പറയാന്നുള്ളതേ ഉള്ളൂ. 1972. The next question. If DNA is inserted within the coding sequence of beta galactosidase enzyme, ആ ബ്ലൂ കളർ ഉണ്ടാക്കുന്ന എൻസൈമിന്റെ ഇടയിലേക്ക് ഒരു DNA പീസിനെ ആഡ് ചെയ്താൽ then എന്താണ് സംഭവിക്കുക? Non-recombinants will give blue-colored colonies in presence of chromogenic substance. Recombinant will give blue-colored colonies in the presence of chromogenic substance. Both recombinants and non-recombinants give blue color. Non-recombinants do not produce color due to insertional inactivation. അപ്പോൾ ആ ബ്ലൂ കളേർഡ് ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ, ഓക്കെ, ഒരു ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ജീൻ, ആ ബ്ലൂ കളേർഡ് ആയ ബീറ്റ ഗാലക്ടോസിഡേസ് ജീനിന്റെ ഇടയിൽ
ഇതായിരുന്നു ആ ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ എങ്കിൽ ആ ജീനിനെ മുറിച്ചിട്ട് രണ്ട് ഭാഗത്തേക്ക് നീക്കിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഡിസൈഡ് ജീൻ ആഡ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ആ മാറ്റം വന്നവരാണ് റീകോമ്പിനൻസ്. ഓക്കെ, ആ മാറ്റം വരാത്തവരാണ് നോൺ റീകോമ്പിനൻസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നോൺ റീകോമ്പിനൻസിന് ബീറ്റ ഗാലക്ടോസിഡേസ് ജീന് സ്റ്റിൽ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് അവർ ഇനിയും ബ്ലൂ കളർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതേസമയം റീകോമ്പിനൻസിന് ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ മുറിഞ്ഞു മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കാണ് ഇനി കളർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ലാത്തത്. അപ്പോൾ ഏതാ ആൻസർ? നോൺ റീകോമ്പിനൻസ് ഡു നോട്ട് പ്രൊഡ്യൂസ് കളർ എന്നതാണോ? അല്ല, നോൺ റീകോമ്പിനൻസിന് ഇപ്പോഴും ബ്ലൂ കളർ ഉണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. Both recombinants and non-recombinants give blue color. അതും തെറ്റാണ്. നോൺ റീകോമ്പിനന്റ് ബ്ലൂ കളർ സ്റ്റിൽ തരും. റീകോമ്പിനൻസ് കളർലെസ് ആയിട്ടുണ്ടാവും. റീകോമ്പിനന്റ് വിൽ ഗീവ് ബ്ലൂ കളർ? നോ. റീകോമ്പിനന്റിന് ജീൻ ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ മുറിഞ്ഞു നീങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുമല്ല. നോൺ റീകോമ്പിനൻസ്, ഇതാണ് നോൺ റീകോമ്പിനൻസ്, വിൽ ഗീവ് ബ്ലൂ കളേർഡ് കോളനീസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ക്രോമോജനിക് സബ്സ്റ്റൻസ്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ സംഭവിച്ചവർക്ക് ഇനി കളർ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഉണ്ടാവില്ല. നോൺ റീകോമ്പിനൻസ് ആണ് സ്റ്റിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യുക. The next question. മനസ്സിലായിരുന്നല്ലോ അല്ലേ അത്? In gel electrophoresis, the DNA fragments separate according to size. DNA-ക്ക് മുഴുവൻ നെഗറ്റീവ് ചാർജ് ആണ്. എല്ലാ DNA-കളുടെയും ചാർജ് നെഗറ്റീവ് ആണ്. DNA നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ്, അഥവാ ആനയോൺസ് ആണ്. അവര് ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റിൽ വെല്ലിൻ്റെ ഭാഗമായ ആ നെഗറ്റീവ് ഇലക്ട്രോഡായ വെല്ലിൻ്റെ സൈഡായ ആ കാഥോഡിൽ നിന്ന് മാർജിൻ സൈഡായ ആനോഡിലേക്ക് ജെല്ലിൽ കൂടി മൂവ് ചെയ്യും. ഓക്കെ, അത് ചാർജ് എല്ലാ DNA-ക്കും നെഗറ്റീവ് തന്നെയാണ്. DNA-ന്റെ കഷ്ണങ്ങൾ വേർതിരിയുന്നത് സൈസിന്റെ ഡിഫറൻസിലാണ്. ചെറുത് ഫാസ്റ്റായി മൂവ് ചെയ്യും, വലുത് സ്ലോ ആയിട്ടും. അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ. In gel electrophoresis, the DNA fragments separate according to size. Smaller the fragment size, the faster it moves. This effect is called, അതിന്റെ പേരെന്താ? Sieving effect, moment effect, size effect, spooling. Spooling എന്താ? ഓർമ്മയില്ലേ? DNA-നെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ചിൽഡ് എത്തനോൾ അഴിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന DNA-നെ കളക്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് സ്പൂളിംഗ്. ഓക്കെ മക്കളെ, റൈറ്റ് ആൻസർ ഏതാ? സീവിങ് ഇഫക്റ്റ് ആണ്. അവിടെ ജെല്ല് ഒരു അരിപ്പ പോലെ, സീവ് പോലെ വർക്ക് ചെയ്യാണ്. ചെറുതിനെ വേഗം അലോ ചെയ്തിട്ട് വലുതിനെ സ്ലോവർ ആക്കിയിട്ട് അതിനെ സീവ് ഇഫക്റ്റ് എന്നാ പറയാ. സീവിങ് ഇഫക്റ്റ് എന്നൊക്കെയാണ് പറയാം. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ബാക്കിയൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ തന്ന വേർഡ്സ് ആണ്. അങ്ങനത്തെ വേർഡ്സ് ഒന്നും ഇല്ല തന്നെ. മൂവ്മെന്റ് ഇഫക്റ്റ് എന്നോ സൈസ് ഇഫക്റ്റ് എന്നൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. The next question. The linking of antibiotic resistant gene in the plasmid vector become possible with the enzyme. ലിങ്കിങ്ങിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്ലാസ്മിഡിന്റെ DNA-യിലേക്ക് ഒരു എക്സ്ട്രാ ജീനിനെ ലിങ്ക് ചെയ്യാൻ പോസിബിൾ ആയത് എങ്ങനെയാണ്? The linking of antibiotic resistant gene in the plasmid vector become possible with the enzyme. ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്നത് ആരെന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: restriction endonuclease, DNA ligase, DNA polymerase, RNA polymerase. ആരാണ് മക്കളെ? RN DNA-നെ കട്ട് ചെയ്യാനല്ലേ സഹായിക്കുക. ഓക്കെ, കഷ്ണങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ലിഗേസ് ആണ്. DNA പോളിമറൈസ്, RNA പോളിമറൈസ് ഒക്കെ റെപ്ലിക്കേഷന്റെ സമയത്തൊക്കെ കേട്ടതാണ്. റൈറ്റ് ആൻസർ DNA ലിഗേസ് ആണ്. മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ മോളിക്കുലാർ സ്യൂച്ചർ എന്നറിയപ്പെടുന്ന കോംപ്ലിമെന്ററി സ്റ്റിക്കി എൻഡുകളെ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് ലിങ്ക് ചെയ്യുന്ന ജോയിനിങ് എൻസൈമിന്റെ പേര് DNA ലിഗേസ് എന്നാണ്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദ നോർമൽ E. coli സെൽ carries resistance gene against. സാധാരണ E. coliകളിൽ, സാധാരണ കോളിഫോം ബാക്ടീരിയകളിൽ ഇതിൽ ഏത് ജീനാണ് ഉണ്ടാവുക? ഏതിനോട് റെസിസ്റ്റൻസ് ഉണ്ടാവുക? ആംപിസിലിൻ റെസിസ്റ്റൻസ്, ക്ലോറാംഫിനിക്കോൾ റെസിസ്റ്റൻസ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്, നൺ ഓഫ് ദ എബവ്. യെസ്, ടെൽ മീ, ഇതിൽ ഏതാണ് നോർമൽ E. coliകൾക്ക് കാണാറ്? ഏത് ജീനിനോടാണ്, ഏത് ആന്റിബയോട്ടിക്കിനോടുള്ള റെസിസ്റ്റന്റ് ജീനുകളാണ് ഉണ്ടാവാറ്? റൈറ്റ് ആൻസർ കിട്ടിയല്ലോ. അത് നൺ ഓഫ് ദീസ് ആണ്.
സാധാരണ ഈ കോളികൾക്ക് ഒരു ആൻറ്റിബയോട്ടിക്കിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. ഈ കോളി പ്ലാസ്മിഡുകൾ ഒരു ആൻറ്റിബയോട്ടിക്കിനെയും പ്രതിരോധിക്കാറില്ല. ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് ചെല്ലുമ്പോഴത്തേക്ക് അത് ഡെഡ് ആവാറാ പതിവ്. കാരണം നോർമൽ ഈ കോളി പ്ലാസ്മിഡുകൾക്ക് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. നൺ ഓഫ് ദ എബോവ് എന്ന്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെനിക് ഫുഡ് ക്രോപ്പ്. ആരാ മക്കളെ ഈ ട്രാൻസ്ജെനിക് എന്ന് പറഞ്ഞാൽ? ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസമിൻ്റെ എല്ലാ ബോഡി സെല്ലുകളിലും ഒരു എക്സ്ട്രാ ജീൻ ഉണ്ടെങ്കിൽ, ശരീരത്തിൽ എവിടെയെങ്കിലും അല്ല, ശരീരത്തിലെ ടോട്ടൽ സെല്ലുകളിലും എക്സ്ട്രാ ജീൻ ഉണ്ടെങ്കിൽ അത് സൈഗോട്ട് എംബ്രിയോണിക് സ്റ്റേജിൽ ആഡ് ചെയ്തതാവണം. അപ്പോഴാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവണം, ഫുൾ ബോഡിയിലും ആ മാറ്റം ഉണ്ടാവുക. അത്തരം ജനറ്റിക് മോഡിഫിക്കേഷനാണ് ട്രാൻസ്ജെനിക് ഓർഗാനിസം എന്ന് വിളിക്കുക. അതൊരു ക്രോപ്പ് പ്ലാന്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്ജെനിക് ക്രോപ്പ് എന്ന് വിളിക്കാം. Okay, a special type of genetically modified organism with an extra foreign gene in all its cells called the transgenic organism. A transgenic food crop which may help in solving the problem of night blindness. നോക്ക്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. ഓക്കെ, യാ, ആ റെറ്റിനാലിൻ്റെ കുറവ്, ഓക്കെ, വൈറ്റമിൻ എന്റെ കുറവ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഈസ്. ഇന്ത്യ പോലത്തെ വികസ്വര രാഷ്ട്രങ്ങളിലെ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാറുള്ള ട്രാൻസ്ജെനിക് ഫുഡ് ക്രോപ്പ് ഏതാ? ഓപ്ഷൻസ്: ബീറ്റി സോയാബീൻ, ഗോൾഡൻ റൈസ്, ഫ്ലേവർ സേവർ ടൊമാറ്റോസ് ആൻഡ് സ്റ്റാർലിങ്ക് മെയ്സ്. ഇതിൽ ഏതാണ് വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയ റെറ്റിനാലിന്റെ സോഴ്സായി അറിയപ്പെടുക? അതാരാ മക്കളെ? ഗോൾഡൻ റൈസ് ആണ്. ഓക്കെ, ഗോൾഡൻ റൈസ് ആണ്. ഗോൾഡൻ റൈസ് ഈസ് എൻറിച്ച്ഡ് വിത്ത് വൈറ്റമിൻ എ. ഓക്കെ, യാ, വൈറ്റമിൻ എ, ബീറ്റാ കരോട്ടീൻ ജീൻ എൻറിച്ച്ഡ് റൈസ് ആണ് ആര്? ഗോൾഡൻ റൈസ്. ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് കേട്ടിട്ടുണ്ടാവും. അത് ലോങ് ഷെൽഫ് ലൈഫ് ഉള്ള ടൊമാറ്റോ ആണ്. ചെടിയുമെന്ന് കളക്ട് ചെയ്ത് ഷെൽഫുകളിൽ, അത് ഷോപ്പിലത്തെ ഷെൽഫ് ആവാം, കിച്ചണിലത്തെ ഷെൽഫ് ആവാം, ഷെൽഫിൽ വെച്ചാലും പെട്ടെന്ന് ചീഞ്ഞു പോവാത്ത തക്കാളിൻ്റെ പേരാണ് ഫ്ലേവർ സേവർ ടൊമാറ്റോസ്. ഓക്കെ, അപ്പം നമ്മളെ ആൻസർ വൈറ്റമിൻ എ എൻറിച്ച് ചെയ്ത റൈസിനെ പറ്റിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അത് ഗോൾഡൻ റൈസ് ആണ്. അതിൽ വൈറ്റമിൻ എ ഉണ്ട്, ബീറ്റ കരോട്ടീൻ ജീനുകളുണ്ട്, റെറ്റിനാലിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും, നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ ഇറാഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, toxin present in Bacillus thuringiensis, Bt bacterium, does not kill the bacterium because it is inactive form. Okay, it is in inactive form. What makes it active inside the insect? ശരിയാണ്. BT ബാക്ടീരിയം എന്ന ബാസിലസ് തുറിഞ്ചിയൻസിന്റെ ബോഡിയിലുള്ള ആ ടോക്സിക് ജീൻ ബാക്ടീരിയത്തിനെ സ്വയം കൊല്ലാറില്ല. കാരണം അന്നതൊരു ഇനാക്റ്റീവ് ഫോമിലാണുള്ളത്. പക്ഷെ ഇൻസെക്റ്റിനെ കൊല്ലും. BT ജീനുള്ള പ്ലാന്റ് പാർട്ട് കഴിക്കുന്ന ഇൻസെക്റ്റിനെ കൊല്ലും. അപ്പം ഇൻസെക്റ്റിന്റെ ബോഡിയിൽ എത്തുമ്പോൾ ടോക്സിക്കൻ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? The alkaline pH of the gut which solubilize the crystals ആണോ? The acid pH of the gut ആണോ? The neutral pH of the gut ആണോ? All of these ആണോ? Straight question, straight sentence from NCERT chapter biotechnology and its application. അതാരാ? The alkaline pH of the gut ആണ്. ഇൻസെക്റ്റുകളുടെ ഗട്ടിലുള്ള ആൽക്കലൈൻ pH എത്തുമ്പോഴാണ് ക്രിസ്റ്റലുകൾ ഡിസോൾവ് ചെയ്ത് ആക്റ്റീവ് ടോക്സിക് ഫോമിലായിട്ട് അത് ഇൻസെക്റ്റിന്റെ മിഡ് ഗട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ ഇൻഫെക്ട് ചെയ്ത് പോഴ്സ് ഉണ്ടാക്കി സ്വെല്ലിംഗ് കോസ് ചെയ്ത് ലൈസിസ് നടത്തി ഡെത്ത് ഓഫ് ഇൻസെക്റ്റ് കോസ് ചെയ്യുക. അത് ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ അല്ലേ? ആൽക്കലൈൻ pH ആണ് ഇൻസെക്ട്സിന്. യാ, use of bioresources by multinational companies and other organizations without proper authorization from the countries and people concerned without compensatory payment is called. Okay, രാജ്യങ്ങളുടെയോ വ്യക്തികളുടെയോ അറിവിനെയോ അല്ലെങ്കിൽ അവരുടെ കഴിവിനെയോ അവരുടെ അറിവോ സമ്മതമോ കൂടാതെ അവർക്ക് അതിനു വേണ്ടി പണവും കൊടുക്കാതെ എടുത്തുപയോഗിക്കുന്നതിൻ്റെ പേരെന്ത്? ബയോഎത്തിക്സ്, bioetheft, okay, biotheft, yeah, sorry, biotheft, biopatent, biopiracy, none of the above. ഏതാണ് റൈറ്റ് ആൻസർ? The use of bioresources by multinational companies and other organizations
without proper authorization from the original concerned countries and people concerned, without compensatory payments is called biopiracy. എൻ്റെ പേര് biopiracy എന്നാണ്. അത് അഗെയിൻസ്റ്റ് ബയോഎത്തിക്സ് ആണ്. ബയോഎത്തിക്സിന് അഗെയിൻസ്റ്റ് ആണത്. ഓക്കെ, അപ്പോൾ ബയോപൈറസി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ബയോപൈറസി, ജൈവ കുറ്റകൃത്യം എന്നാണ് പേര്. ബയോ തെഫ്റ്റ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് കേട്ടിട്ട് അത് യൂസ് ചെയ്യരുത്, അതിന് ബയോപൈറസി എന്ന് തന്നെ യൂസ് ചെയ്യണം. Yeah. Next question. Which animal is being used to test the safety of polio vaccine? മനുഷ്യനിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ പോളിയോ വാക്സിൻ കൊണ്ട് സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ആരിലാണ്? ട്രാൻസ്ജെനിക് മൈസ്, ട്രാൻസ്ജെനിക് പിഗ്, ട്രാൻസ്ജെനിക് കൗ, ട്രാൻസ്ജെനിക് ക്യാറ്റ്. അറിയാലോ, മോർ ദാൻ 95%, മോർ ദാൻ 95% ട്രാൻസ്ജെനിക് ആനിമൽസും അവരാണ്. അവർ ട്രാൻസ്ജെനിക് മൈസ് ആണ്. മനുഷ്യൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് കുറച്ചൊക്കെ സിമിലാരിറ്റി കാണിക്കാറുള്ള ഒരു ലോവർ ഓർഗാനിസം. അതുകൊണ്ട് ട്രാൻസ്ജെനിക്കായ ക്യാറ്റ്സും റാബിറ്റ്സും പിഗും ഷീപ്പും ഫിഷസും ഒക്കെ ഉണ്ട്. എന്നാലും മോർ ദാൻ 95% ട്രാൻസ്ജെനിക് ആനിമൽസും മൈസ് ആണ്, എലികളാണ് അല്ലേ. അവരിലാണ് മെഡിസിൻ സേഫ്റ്റി, ഫുഡ് സേഫ്റ്റി, കെമിക്കൽ സേഫ്റ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാറ്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറ്റിക്സ് മോഡിഫൈഡ് ക്രോപ്സ് ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, the GMC, are useful in agriculture because. ഓപ്ഷൻസ് കേട്ട് നോക്കൂ. GMCൻ്റെ ക്വാളിറ്റി ഏതാണെന്നാ പറയണ്ടേ? They are more tolerant to abiotic stresses like drought, heat, salt and cold. They increase reliance on chemicals. They have reduced nutritional value. All of the above. മക്കളെ ശ്രദ്ധിച്ച് കേൾക്ക്. They increase reliance on chemical pesticides എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? They reduce. They have reduced reliance on chemical pesticides as they are pest resistant എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകൾ ഒറിജിനലി നാച്ചുറലി പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം കുറയ്ക്കാം എന്നാ പറയാം. റെഡ്യൂസ് എന്നാ പറയേണ്ടത്, ഇവിടെ ഇൻക്രീസ് എന്നാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്തതാണ്. They have reduced nutritional value ആണോ? അല്ല, they have increased nutritional value ആണ്. ഫുഡിൻ്റെ ക്വാളിറ്റി കൂടുതലാണ്, അല്ലാതെ റെഡ്യൂസ്ഡ് അല്ല. അതുകൊണ്ട് റൈറ്റ് ആൻസർ എ മാത്രം, 1 മാത്രമാണ്. They are more tolerant to abiotic stresses like heat, drought, salt and cold. അത് മാത്രമേ ഇവിടെ റൈറ്റ് വരുള്ളൂ കേട്ടോ. ശരി. In RNA interference അഥവാ RNAi, RNA silencing എന്നൊക്കെ പറയുന്ന പ്രോസസ്, the silencing of a specific mRNA due to a complementary double-stranded RNA molecule that binds to and prevent translation of the mRNA. The silencing of a specific mRNA due to double-stranded DNA. The silencing of a specific mRNA due to tRNA, transfer RNA. All of the above. ആൻസർ ഏതാന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? സൈലൻസിങ് ഈസ് ബൈ എ കോംപ്ലിമെൻ്ററി ഡബിൾ സ്ട്രാൻഡഡ് RNA എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ 1 മാത്രമാണ് ശരി വരൂ. 2 അത് ഡബിൾ സ്ട്രാൻഡഡ് DNA കൊണ്ടെന്ന് പറഞ്ഞു, അത് തെറ്റാണ്. tRNA കൊണ്ടെന്ന് പറഞ്ഞതും തെറ്റാണ്. ഇൻ RNAi ഒരു പാത്തോജന്റെ mRNA സൈലന്റ് ആക്കുന്നത് ആരാണ്? അതിന് കോംപ്ലിമെന്ററി ആയ ഡബിൾ സ്ട്രാൻഡഡ് RNA കൊണ്ടാണ്. അതുകൊണ്ട് 1 ആണ് റൈറ്റ് ആൻസർ. ദ സൈലൻസിങ് ഓഫ് സ്പെസിഫിക് mRNA ഓഫ് പാത്തോജൻ ഡ്യൂ ടു എ കോംപ്ലിമെന്ററി ഡബിൾ സ്ട്രാൻഡഡ് RNA molecule that binds to and prevent translation of the mRNA is the right option. Option 1. The next question. നോക്ക്, ക്വസ്റ്റ്യൻസ് ഒക്കെ NCERTയിലെ സെൻറ്റൻസ് ബേസ് ചെയ്ത് സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നീറ്റിന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിക്കുന്നത്. അല്ലാണ്ട് ഒരുപാട് കൺഫ്യൂഷ്യസ് ആക്കാനുള്ളതല്ല. ബേസ് തന്നിട്ടാണ് കൺഫ്യൂഷ്യസ് ആക്കുക, ഹയർ ലെവൽ തന്നിട്ടല്ല. When cut by the restriction enzyme, the DNA fragments can be joined together using. നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ ലിങ്ക് എന്നുള്ള വാക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. DNA polymerase, DNA ligase, alkaline phosphatase and DNA gyrase. ആരാ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? DNA ligase, the molecular glue, the molecular suture used to form hydrogen bonds between complementary sticky ends എന്നതാണ് റൈറ്റ് ആൻസർ. DNA ligase. Yes, the next one.
genetically engineered bacteria are being used in commercial production of നമ്മൾ ബയോടെക് ആപ്ലിക്കേഷനിൽ കേട്ടിട്ടുള്ളതാണ് മെലാറ്റോണിൻ, ടെസ്റ്റോസ്റ്റിറോൺ, തൈറോക്സിൻ, ഹ്യൂമൻ ഇൻസുലിൻ. ഇതിൽ എന്തിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയാണ് ബാക്ടീരിയകളെ മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യാറ്? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഹ്യൂമൻ ഇൻസുലിൻ. ഈ ഹ്യൂമൻ ഇൻസുലിൻ്റെ ചുരുക്കപ്പേരെന്താ? ഹ്യൂമുലിൻ. ഹ്യൂമുലിൻ എന്ന പേരുള്ള ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കാൻ വേണ്ടി ഹ്യൂമൻ ഇൻസുലിൻ ജീനിൻ്റെ എ പെപ്റ്റൈഡിൻ്റെ കോംപ്ലിമെൻ്ററി ജീനിനെയും ബി പെപ്റ്റൈഡിൻ്റെ കറസ്പോണ്ടിങ് ജീനിനെയും വേറെ വേറെ ഈ കോളി ബാക്ടീരിയയിലേക്ക്, ഏത് ബാക്ടീരിയമിനെ യൂസ് ചെയ്തത്? ഈ കോളികളെയാണ്. സെപ്പറേറ്റ് ഈ കോളി ബാക്ടീരിയകളുടെ പ്ലാസ്മിഡുകളിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ആ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ ചെയ്യാറ്. അത് പേറ്റന്റ് ചെയ്തത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. ദ കമ്പനി കോൾഡ് എലൈ ലിലി, അല്ലേ? എക്സാക്ട്ലി. ഓക്കെ, 1983. അപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻ അഥവാ ഹ്യൂമുലിനാണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ. Infection by pathogen can be detected by the presence of antigens or by detecting the antibodies synthesized against the pathogen. On this principle, a test is based, which is options PCR, ELISA, both 1 and 2, none of the above. PCR എന്താ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. വളരെ കുറച്ച് എമൗണ്ടിൽ, ട്രേസ് എമൗണ്ടിലുള്ള പാത്തോജനെ ഈസിലി ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ആംപ്ലിഫൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് PCR. എലൈസ എന്താ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ, an antigen antibody interaction and color reaction. അപ്പോൾ അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, രോഗം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പാത്തോജനിനോട് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായ ആൻറ്റിബോഡികളെയോ അല്ലെങ്കിൽ ആ ആൻറ്റിജനിനെ തന്നെയോ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. ഓപ്ഷൻ 2 is the right answer. സ്റ്റേറ്റ്മെന്റിൽ അപ്പോൾ എലൈസേൻ്റെ പ്രിൻസിപ്പിൾ ഉണ്ടായി. Transgenic mice are being developed for use in. More than 95% transgenic animalsum മൈസുകളാണെന്നാണ് പറഞ്ഞത്. അതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക? Testing the safety of polio vaccines before they are used on human. Molecular diagnosis of diseases. Production of human protein enriched milk. Production of human insulin. അസസ് ചെയ്യൂ സ്റ്റേറ്റ്മെൻറ്റുകളെ. കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യൂ. എന്നിട്ട് എക്സ്പ്ലനേഷനിലേക്ക് ശ്രദ്ധിക്കൂ. പ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ ഇൻസുലിനെ യൂസ് ചെയ്തത് ഈ കോളികളെയാണ്, അല്ലാതെ ട്രാൻസ്ജെനിക് മൈസുകളെ അല്ല. പ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് ആൽഫ ലാക്ടാൽബുമിൻ, അത് റോസി എന്ന കവുമായി കണക്ട് ചെയ്ത കാര്യമാണ്. അതൊരു ട്രാൻസ്ജെനിക് കവാണ്. മോളിക്കുലാർ ഡയഗ്നോസിസ് ഓഫ് ഡിസീസസിന് ഒന്നുകിൽ നമ്മൾ PCR അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ എലൈസ ടെസ്റ്റ് യൂസ് ചെയ്യും, അതും അല്ലെങ്കിൽ പ്രോബുകളെയാണ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ്, അല്ലാതെ ട്രാൻസ്ജെനിക് മൈസിനെ അല്ല. അപ്പോൾ ട്രാൻസ്ജെനിക് മൈസിനെ യൂസ് ചെയ്യുന്നത് മുമ്പ് ഒരു ക്വസ്റ്റനിൽ തിരിച്ചു ചോദിച്ചിരുന്നു, വാക്സിൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യാന്ന്. ഇവിടെ മറിച്ചാണെന്ന് മാത്രം. അപ്പോൾ ട്രാൻസ്ജെനിക് മൈസുകളെ നമ്മൾ യൂസ് ചെയ്തത് പോളിയോ വാക്സിൻ്റെ സേഫ്റ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഡൗൺ സ്ട്രീം പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട്. ഓപ്ഷൻ 1 is the right answer. ഓക്കെ, സോ നമ്മുടെ ഈ സ്ട്രാറ്റജീസ്, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്നീ ചാപ്റ്റേഴ്സിൽ നിന്ന് നീറ്റ് ബേസ്ഡ് ആയ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ക്യാരി ചെയ്തത്. നിങ്ങൾക്ക് ചാപ്റ്ററിനൊരു ഓൾ ടുഗെദർ ഒന്ന് റിഫ്രഷ്ഡ് ആക്കാൻ സഹായിച്ചു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൻ്റെ ഏത് ഭാഗമാണ് സ്ട്രോങ്, ഏതാണ് വീക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഫ്രെയിം, എത്ര സില്ലിയായ കാര്യങ്ങൾ NCERTയിൽ ഇങ്ങനെ വേഗമായി പറഞ്ഞു പോയ കാര്യങ്ങളെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിമിൽ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈസ് ഇറ്റ്? സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ് മീ. Okay, it's the time to terminate our session right now. So move on with your NCERT theory once or twice or thrice, okay, and practice as much questions as you can. It's bye from me, okay, and thank you so much for watching me. Signing off. Thank you.